അഞ്ചൽ ഏരൂരിൽ ലോറി വീട്ടിലേക്ക് പാഞ്ഞു കയറി അപകടമുണ്ടായി. അത്ഭുതകരമായി വയോധികയും മകനും രക്ഷപ്പെട്ടു എന്നാണ് വാർത്ത. നമുക്ക് ആദ്യം അതിൻ്റെ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാം. സംഭവിച്ച സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ 12:30 മണിക്ക് പിന്നെ നമ്മുടെ ചാനലും കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടുകൊണ്ടിരുന്നിട്ട് 12:30ക്ക് കിടക്കാൻ അപ്പുറത്തെ റൂമിൽ പോയി കഴിഞ്ഞപ്പോഴേ ഈ സൗണ്ട് കേൾക്കുന്നു. സൗണ്ട് കേട്ട് എൻ്റെ റൂമിലോട്ട് ഒന്നും വന്ന് വീണില്ല. എല്ലാം ഇപ്പുറത്തെ 2 റൂമും അടുക്കളയും എല്ലാം നശിച്ചു പോയി. എനിക്കൊരു കുഴപ്പവും അള്ളാഹുവായി വെച്ചിട്ടില്ല. സുജിത് സുരേന്ദ്രൻ തത്സമയം ശരിയാണ്. സുജിത് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ രാത്രി 12:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് ഇരുമ്പ് ആക്രി സാധനങ്ങൾ കയറ്റിപ്പോയ ലോറിയാണ് ഈ ഏരൂർ അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ ഏരൂർ ജുമാ മസ്ജിദിന് സമീപത്തുള്ള വളവിൽ വെച്ച് വീടിന് മുകളിലേക്ക് മറിഞ്ഞത്. ഈ സമയം വീടിനുള്ളിൽ ഫാത്തിമ ബീവി എന്ന 75-കാരിയും മകൻ സനോജും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവർ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇവർ ആ സമയത്താണ് വലിയ ശബ്ദത്തോടു കൂടി വന്ന് ഈ ലോറി വീടിന് മുകളിലേക്ക് പതിച്ചത്. വീടിൻ്റെ ഒരു അല്പഭാഗം മാത്രമാണ് അവശേഷിക്കുന്നത്. അപകടത്തിൽ ഇവർക്ക് യാതൊരു അത്ഭുതകരമായി ഇവർ രക്ഷപ്പെടുകയായിരുന്നു. മാത്രമല്ല ഈ ലോറിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും സാരമായി പരിക്കുകളൊന്നും തന്നെ ഏറ്റിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഈ ലോറി ഇവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ വലിയ ക്രെയിൻ എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. ഏതായാലും 71-കാരിയായ ഒരു വയോധികയും മകനും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. SK. ഓക്കെ, താങ്ക് യു. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.